മക്കളെ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്ത് ഈ പറഞ്ഞോട്ട് കോയമ്പത്തൂർ, ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എഞ്ചിനീയറിംഗ് ചെയ്യാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അവരുടെ രക്ഷകർത്താക്കളും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണും. ഓക്കെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കോളേജിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു ഏജന്റ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ആള് പറഞ്ഞതോ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ മാർക്കറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊരു 10 to 15 lakhs ഒക്കെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അത് വലിയൊരു റിസ്ക് തന്നെയാണ്. ഓക്കെ. അപ്പം കേരളത്തിൽ നമുക്ക് അഡ്മിഷൻസ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നടക്കുന്ന കീം ത്രൂ ആണ്. കീമിൻ്റെ രജിസ്ട്രേഷൻ നാളെ എൻഡ് ആവുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പം എവിടെയെങ്കിലും ഇങ്ങനെ കോളേജുകളിൽ ഫീസ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു എമൗണ്ട് ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാം. ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം നിങ്ങൾ കീം എഴുതുക, 2 months കോച്ചിങ് എടുത്തിട്ട് കീം എഴുതുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുക. കിട്ടായിരിക്കില്ല. നാട്ടിലെ ഏതെങ്കിലും കോളേജിൽ കിട്ടിയാലും മതി. ഇപ്പം നിങ്ങൾക്കൊരു ചെറിയ ഗവൺമെൻറ് കോളേജിലാണ്, ഇപ്പോൾ റാങ്ക് വൈസ് താഴെയാണെങ്കിലും ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഫീസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് ഒരുപാട് സ്കിൽസ് അപ്സ്കിൽ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ജോലിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 ഞാൻ കൂടുതൽ ഇൻഫർമേഷൻസ് പറയുന്നുണ്ടായിരിക്കും. നാളെ കീം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ.